വിദ്വേഷ പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ പ്രതിഷേധം ശക്തം. വെള്ളാപ്പള്ളിയെ പരസ്യമായി തള്ളിപ്പറയണമെന്നാണ് ഒരു വിഭാഗം CPM നേതാക്കളുടെ നിലപാട്. വെള്ളാപ്പള്ളി എന്തും വിളിച്ചു പറയുന്നു എന്നാണ് വിമർശനം. മുഖ്യമന്ത്രിയുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് അത്തരത്തിൽ പ്രതികരിക്കുന്നതെന്നും CPIക്കും അഭിപ്രായമുണ്ട്. LDF യോഗത്തിൽ CPI വിഷയം ഉന്നയിക്കും. വെള്ളാപ്പള്ളിയെ തള്ളി DYFIയും രംഗത്തെത്തിയിട്ടുണ്ട്. TV പ്രസാദ് നൽകും വിശദാംശങ്ങൾ. TV പ്രസാദ്, എന്തായാലും വർഗീയ പരാമർശങ്ങൾ, വിദ്വേഷ പരാമർശങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് വെള്ളാപ്പള്ളി. ഇതിലെന്തായാലും വലിയ വിമർശനം ഉയർന്ന സാഹചര്യത്തിൽ CPM ഇനിയും വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കുന്നൊരു നിലപാടുണ്ടായാൽ അത് പാർട്ടി എത്രത്തോളം പ്രതിസന്ധിയിലാക്കും? ആര്യ, പാർട്ടി പ്രതിസന്ധിയിലാണ് നിലവിൽ തന്നെ. കാരണം വെള്ളാപ്പള്ളി നടേശൻ വിളിച്ചു പറയുന്ന വർഗീയ പരാമർശങ്ങൾ അതെല്ലാം ചെന്ന് പതിക്കുന്നത് CPIMന്റെയും സർക്കാരിന്റെയും നെഞ്ചത്തേക്കാണ് എന്ന വിമർശനം CPIMലെ തന്നെ പല നേതാക്കളും ഇതിനകം തന്നെ രഹസ്യമായിട്ടെങ്കിലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. CPI ആണെങ്കിൽ പരസ്യമായ നിലപാട് വെള്ളാപ്പള്ളി നടേശനെതിരെ തുടരുകയുമാണ്. മാത്രമല്ല, ഈ നില CPIM തുടർന്നാൽ അത് വലിയ തോതിൽ ന്യൂനപക്ഷങ്ങളിലെ ഒരു ഇടതുപക്ഷത്തോടുള്ള ആഭിമുഖ്യം കുറക്കാൻ കാരണമാകും എന്നുള്ളതാണ് ഈ CPI പറയുന്നത്. അതുകൊണ്ട് തന്നെ LDF യോഗത്തിലും വെള്ളാപ്പള്ളി നടേശന്റെ വിഷയം ഉന്നയിക്കും. മുഖ്യമന്ത്രി കൊടുക്കുന്ന പിന്തുണയും CPIM കൊടുക്കുന്ന പിന്തുണയുമാണ് വെള്ളാപ്പള്ളി നടേശന് വളമാകുന്നത് എന്ന അഭിപ്രായമാണ് CPI നേതൃത്വത്തിന് ഉള്ളത്. മാത്രമല്ല, ഇതേ അഭിപ്രായമുള്ള ഒരുപാട് CPIM നേതാക്കളും സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും അതുപോലെ CPIM സംസ്ഥാന സെക്രട്ടറിക്ക് ഉൾപ്പെടെ വെള്ളാപ്പള്ളി നടേശനെ ഇങ്ങനെ പിന്താങ്ങേണ്ടി വരുന്നത് എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ ഒരു സാമുദായിക നേതാവ് എന്നതിൽ ഉപരിയായി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ, അങ്ങനെ പരാമർശം നടത്തുന്ന ആളെ 1-ാം നമ്പർ കാറിൽ കൊണ്ടുപോയത് വലിയ തോതിൽ തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ ഉണ്ടായത് CPIയിലാണ്. CPIMലും ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസവും വ്യാപകമാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ CPIMന്റെയും മുഖ്യമന്ത്രിയുടെയും ചുമലിൽ കയറി ഇരുന്നു കൊണ്ടാണ് CPIക്കെതിരെയും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരായുമുള്ള ശക്തമായ ഇത്തരം വിമർശനങ്ങൾ, വർഗീയ വിഷം തുപ്പുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഇത് LDFൽ ഉന്നയിക്കാൻ തന്നെയാണ് CPIയുടെ തീരുമാനം. ആര്യ, വ്യക്തമാണ്. TV പ്രസാദാണ് വിവരങ്ങൾ നൽകുന്നത്.